നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. സിറിയയിൽ പതിറ്റാണ്ടുകൾ നീണ്ട ഏകാധിപത്യ ഭരണം അവസാനിക്കുമ്പോൾ ജിലാനിയുടെ നേതൃത്വത്തിലുള്ള എസ് സിറിയയിൽ അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആരാണ് സിറിയയിലെ ഈ പുതിയ ഭരണമാറ്റത്തിന് പിന്നിലെന്നാണ്. കാരണം സദനയ്യ മുതലായ ജയിലുകളിൽ അവിടെ നിന്ന് മോചിതരാക്കപ്പെടുന്ന ആളുകളുടെ ദയനീയ മുഖഭാവം കാണുമ്പോൾ പതിറ്റാണ്ടുകൾ തടവിലാക്കപ്പെട്ട ആളുകൾ വരെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ വാർത്ത. മിക്ക ആളുകളുടെയും മാനസിക അവസ്ഥ തന്നെ തെറ്റിപ്പോയിരിക്കുന്നു. 43 വർഷത്തിലധികം തടവിൽ കഴിഞ്ഞ ഒരു പൈലറ്റിനെ പറ്റി ഇന്നലെ ചില വാർത്താമാധ്യമങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ആരാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നാണ്. പ്രത്യേകിച്ചും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കരങ്ങൾ ലോകം സംശയിക്കുന്നതിനിടയിൽ തന്നെ ഇസ്രായേലിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. സിറിയയിൽ സംഭവിക്കുന്നത് ഇസ്രായേൽ ആഗ്രഹിച്ച മാറ്റമാണ് എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ ഇസ്രായേൽ തന്നെയാണ് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രത്യക്ഷമായി തന്നെ സൂചിപ്പിക്കുന്ന പ്രസ്താവന ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ 1967 ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളുടെ അവശേഷിച്ച ഭാഗങ്ങളും സിറിയയിൽ നടന്ന ആഭ്യന്തര യുദ്ധത്തിൻ്റെ മറവിൽ ഇസ്രായേൽ പിടിച്ചെടുക്കേണ്ടായി. അത് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കേണ്ടായി. ഇസ്രായേൽ അതിന് പറഞ്ഞ ന്യായീകരണം, എപ്പോൾ സിറിയയിൽ ആഭ്യന്തര സുരക്ഷ ഉണ്ടാകുന്നു അപ്പോൾ സിറിയയുമായിട്ട് ചർച്ച നടത്തി ഈ ഭാഗങ്ങൾ ഇസ്രായേൽ സിറിയയിലേക്ക് മടക്കി കൊടുക്കും എന്ന് പറഞ്ഞുവെങ്കിലും ലോകം സിറിയയിൽ നടന്ന സംഭവവികാസങ്ങളുടെ പിന്നിൽ ഇസ്രായേലിൻ്റെ കരങ്ങൾ ഉണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ചും ജിലാനി എന്ന് പറയുന്ന STSൻ്റെ നേതാവ് നേരത്തെ അൽ ഖയ്ദയുമായും ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന അമേരിക്കൻ തടവറയിലുണ്ടായിരുന്ന ഒരാൾ എങ്ങനെ അമേരിക്കൻ തടവറയിൽ നിന്ന് മോചിതമായി എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്ന സമയത്ത് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മേലെ പ്രസ്താവന വന്നിരിക്കുന്നു. STSനെ ഭീകരവാദ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും, അഥവാ അവരുടെ ഭീകരവാദ ലിസ്റ്റിൽ നിന്ന് അവർ ഇനി ഉണ്ടാകില്ല എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്യുമ്പോൾ അമേരിക്കയും ഇസ്രായേലും സ്പോൺസർ ചെയ്ത ഒരു ആഭ്യന്തര യുദ്ധമാണോ സിറിയയിൽ ബഷർ അൽ അസദിൻ്റെ പതനത്തിലേക്ക് നയിച്ചത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നു എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രസ്താവനകളൊക്കെ ആ രീതിയിലാണ്. കാരണം STSനെ ഭീകരവാദ സംഘടനയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ സിറിയയിൽ സംഭവിച്ചത് ഇസ്രായേലിന് അനുകൂലമായ മാറ്റമാണെന്ന് ഇസ്രായേൽ പറയുകയും ആ അവസരം മുതലെടുത്ത് തന്നെ ഗോലാൻ കുന്നുകൾ അവശേഷിച്ച ഭാഗവും നേരത്തെ 1967 പിടിച്ചെടുത്ത ഭാഗത്തിൻ്റെ അവശേഷിച്ച ഭാഗവും ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തൊക്കെയാണ് ലോകത്തെ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിലയിലേക്ക് വഴുതിവിടുന്നതിന് കാരണമാകുന്നത്. പക്ഷേ മറ്റൊരു റിപ്പോർട്ടും വരുന്നുണ്ട്. റഷ്യയും അതുപോലെ തന്നെ ചൈനയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അട്ടിമറി ശ്രമമാണ് നടന്നത് എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നു. കാരണം ബഷർ അസദിൻ്റെ ഭരണത്തിനെതിരെ വളരെ വലിയൊരു ജനകീയ രോക്ഷം, ഒരു പ്രക്ഷോഭം തന്നെ സിറിയയിൽ നിലനിന്നിരുന്നു എന്നതും ഏത് നിമിഷവും അവിടെ അട്ടിമറിക്കപ്പെടാവുന്ന രീതിയിൽ സ്ഥിതിഗതികൾ പോയപ്പോൾ റഷ്യയും ചൈനയും ഇടപെട്ട് ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയതാണെന്ന റിപ്പോർട്ടുകളുമൊക്കെ ചില മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് വളരെ കൗതുകരമാണ്. പ്രത്യേകിച്ചും അവരതിന് പറയുന്ന റീസണുകളിൽ ഒന്ന്, വെറും 2000-ൽ പരം സൈനികരാണ് ഈ വിമത ഭാഗത്തുണ്ടായിരുന്നത് എന്നാണ്. 2000-ൽ പരം ആളുകളാണ് ഈ അട്ടിമറിക്ക് വേണ്ടി ഹോംസിലും അതുപോലെ അലപ്പോയിലും ദമാസ്കസിലുമൊക്കെ എത്തിയത് എന്നാണ്. അവരെ 2.5 ലക്ഷത്തിലധികം വരുന്ന സിറിയയുടെ സൈന്യത്തിന് തടഞ്ഞിർത്തുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഒരു നിമിഷത്തിലും സിറിയയുടെ സൈന്യം ഇവർക്കെതിരെ പ്രതികരിച്ചില്ല എന്നാണ്. എന്ന് വെച്ചാൽ STSനെതിരെ പ്രതികരിച്ചില്ല. നിരുപാധികമായ കീഴടങ്ങലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ സംശയമായത് ഇത് നിഴലിക്കുന്നത്. കാരണം അത് റഷ്യയും ചൈനയും ഇറാനും ഇടപെട്ട് തന്നെ അസദിനെ റഷ്യയിലേക്ക് രക്ഷപ്പെടുവാൻ ഉപാധികൾ ഉണ്ടാക്കിക്കൊണ്ട് നടന്ന ഒരു അട്ടിമറി നാടകം എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഒരിക്കലും നമുക്കറിയാവുന്നത് പോലെ തന്നെ ഇത്തരം പട്ടാള അട്ടിമറികൾ നടക്കുമ്പോൾ പ്രസിഡന്റിനെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കുന്ന ഒരു സമ്പ്രദായമില്ല. പക്ഷേ പ്രസിഡന്റ് വളരെ കണ്ണിങ് ആയിട്ട് തന്നെ ബഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെടുന്നു. അതിന് വളരെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലെ ആളുകളൊന്നും കൊല ചെയ്യപ്പെടുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സവും ഉണ്ടാക്കാത്ത വിധം തന്നെ വിമതർ അദ്ദേഹത്തെ രക്ഷപ്പെടാൻ അനുവദിച്ചു. മറ്റൊന്നത്, അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കൊള്ളയടിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന്
വിമതർ STS ഖേദം പ്രകടിപ്പിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട്. എന്താണ് ഇത് റഷ്യയും ചൈനയും അറിഞ്ഞുകൊണ്ടുള്ള ഒരു അട്ടിമറിയാണോ എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരാൻ കാരണം. മറ്റൊന്ന് ഇറാൻ്റെ എംബസി ആക്രമിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അത് വിമതരല്ല, അത് പ്രക്ഷുബ്ധമായ ജനക്കൂട്ടമായിരുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ തന്നെ STSലെ വിമത സംഘം ഈ റഷ്യൻ എംബസിയുടെ ആക്രമണത്തിലും ഖേദം രേഖപ്പെടുത്തിയെന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. മറ്റൊന്ന് റഷ്യയുടെ 6 സൈനിക ബേസുകൾ സിറിയയിലുണ്ട്, അതൊന്നും ആക്രമിക്കപ്പെട്ടില്ല. ഇറാൻ്റെ 12 സൈനിക ബേസുകൾ അവിടെയുണ്ട്, അതും ഒന്നും ആക്രമിക്കപ്പെട്ടില്ല എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നു. ഇതുമൊക്കെ തന്നെ STSന് പിന്നിൽ റഷ്യയാണോ അതോ ചൈനയാണോ ഇറാനാണോ എന്ന രീതിയിലൊക്കെ ഡൗട്ടുകൾ വരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ചില ആളുകൾ അത് അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ റഷ്യയുടെയും ചൈനയുടെയും ഒപ്പം ഇറാൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി അവിടെ ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാകും, ബസർ അസദിനെ രക്ഷപ്പെടാൻ അനുകൂലിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണമാറ്റത്തിന് ശ്രമിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. മറ്റൊന്ന്, ഒരിക്കൽ പോലും റഷ്യയുടെ സൈനിക ബേസുകൾക്ക് അവിടെ യാതൊരു ഭീഷണിയും ഉണ്ടാകില്ല എന്ന് STS ഉറപ്പ് നൽകിയതായ ചില വാർത്തകളും പുറത്തു വരുന്നതാണ് ഇത്തരമൊരു സംഭവവികാസത്തിലേക്ക് നമ്മൾക്ക് സംശയങ്ങൾ ജനിപ്പിക്കുന്നതിന് കാരണമാകുന്നത്. പ്രത്യേകിച്ചും സിറിയയുടെ ഭാഗത്ത് നിന്ന് 400-ലധികം യുദ്ധ ടാങ്കുകൾ ഉണ്ടായിരുന്നു. അവ ഒന്നുപോലും ഈ സമയത്ത് 4000-ലധികം യുദ്ധ ടാങ്കുകൾ ഉണ്ടായിരുന്നു. ഇതിലൊന്നുപോലും ഈ സമയത്ത് വിമതപക്ഷത്തിനെതിരെ വിനിയോഗിച്ചിട്ടില്ല. ഒരിക്കലും വ്യോമ ആക്രമണം ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, നേരത്തെ സിറിയയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പെടുന്ന സമയത്ത് വളരെ മാരകമായ രീതിയിൽ രാസായുധങ്ങൾ പോലും സ്വന്തം ജനതയ്ക്കെതിരെ ഉപയോഗിച്ച ആളാണ് ബഷർ അൽ അസദ്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു വ്യോമ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ആക്രമണങ്ങളോ ഒന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടില്ല. അതും തന്നെ ബസദ് അസറിന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു റഷ്യയും ചൈനയും, നിങ്ങളവിടെ ഒരു ആഭ്യന്തരമായ കലാപത്തിന് മുതിരാതെ രക്ഷപ്പെട്ടുകൊള്ളുവാൻ എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഒരിക്കലും അവിടെ ഒരു രക്തച്ചൊരിച്ചിലിൻ്റെ യാതൊരു ലക്ഷണവുമില്ലാതെ നടന്ന ഒരു ഭരണ അട്ടിമറിയായിരുന്നു. 18 പേര് മരിച്ചു എന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും അത് സാധാരണക്കാർ പരസ്പരം ഏറ്റുമുട്ടിയതിൻ്റെ ഫലമായിട്ടാണ്, അല്ലാതെ സൈനികരുടെ ഒരു അല്ലെങ്കിൽ വിമത സൈനികരുടെ STSൻ്റെയോ അല്ലെങ്കിൽ സൈനികരുടെയോ ഒരു മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 18 മരണം തന്നെ അത് റിപ്പോർട്ട് ചെയ്തത് വാസ്തവമല്ല എന്ന രീതിയിലൊക്കെ റിപ്പോർട്ട് വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സംഗതി ഈ അവസ്ഥയിൽ സിറിയയിലെ ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് എന്നതാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ചില റിപ്പോർട്ടുകൾ, ചില വീഡിയോകൾ നമ്മൾ കാണുന്നതിനിടയായിട്ടുണ്ട് ഈ അവസരത്തിൽ. അപ്പോൾ അതിലൊക്കെ സിറിയയിലെ വിമതർ അവർ ഇസ്രായേലിനെതിരെയും ശക്തമായ വാർണിംഗ് ആണ് നൽകുന്നത്. ഞങ്ങൾ വരുന്നത് ജെറുസലേം പിടിച്ചെടുക്കുവാനാണെന്ന രീതിയിലൊക്കെ STSൻ്റെ ചില കമാൻഡോകൾ, അവരുടെ നേതാക്കന്മാരെന്ന് സൂചിപ്പിക്കുന്ന ആളുകളുടെ തന്നെ വീഡിയോകൾ പുറത്തു വരുമ്പോൾ അവർ പറയുന്നത്, അവർ സൈനിക യൂണിഫോമിൽ നിന്ന് ടാങ്കിൾക്ക് മുകളിൽ കയറി പറയുന്നത് ഇസ്രായേലിനെതിരെ ഞങ്ങളുടെ ഒരു പ്രതിരോധമുണ്ടാകും, ഇനി ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് ജെറുസലേമായിരിക്കും, ഗൊലാൻ കുന്നുകൾ, അത് ഇസ്രായേൽ ഈ അടുത്ത ദിവസങ്ങളിൽ സിറിയയിൽ ആഭ്യന്തര കലാപം ഉണ്ടായപ്പോൾ പിടിച്ചെടുത്ത ഗൊലാൻ കുന്നുകളുടെ മോചനം, അതും ഞങ്ങളുടെ ലക്ഷ്യമായിട്ടുണ്ട്. അത് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും, ഗസയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് ഇസ്രായേലിനെതിരെ പൊരുതുമെന്ന് പറയുമ്പോൾ ഈ സംഭവങ്ങൾക്ക് പിന്നിൽ അത് റഷ്യയാണോ ഇറാനാണോ അതോ ചൈനയാണോ എന്ന സംശയം നമുക്ക് ജനിപ്പിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കളിയാണോ, മറു സൈഡിൽ നോക്കുമ്പോൾ അത് റഷ്യയുടെയും ചൈനയുടെയും ഇറാൻ്റെയും കളിയാണോ എന്ന രീതിയിൽ നമുക്ക് ഡൗട്ടുകൾ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് സിറിയയിൽ സംഭവിക്കുന്നത്. എന്തായാലും ലോകം സമാധാനത്തിൽ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, ലോകം സമാധാനത്തിൽ പുലരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.